എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഒരു ബുക്ക് പരിചയപ്പെടാം. പ്രശ്നാനുഷ്ഠാന പ്രദീപം എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ശ്രീനാഥ് OG സാറിൻ്റെ ബുക്കാണ്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഏറെ പറയുവാനുണ്ട്. അസ്ട്രോളജി ഫൗണ്ടേഷൻ്റെ സ്ഥാപകൻ കൂടിയാണ് ഗ്രന്ഥകർത്താവ്. അപ്പോൾ അഷ്ടമംഗല പ്രശ്നം അല്ലെ ദേവപ്രശ്നം എന്നതാണ് ഈ ബുക്കിലെ വിഷയം. ഈ ബുക്ക് പ്രശ്നാനുഷ്ഠാന പ്രദീപം 3 വോളിയത്തിലുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, നമ്മൾ രാശി വെക്കുന്ന സമയത്തൊക്കെ ദൈവാനുകൂല്യമില്ല അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഇല്ല എന്നൊക്കെ പറയുന്ന ജ്യോതിഷം നോക്കാൻ ചെല്ലുന്നവരങ്ങനെ നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ജ്യോതിഷികളാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അതെന്താണ് എന്നൊന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാം ഗുരുനാഥന്മാർ പറഞ്ഞു വന്നിരിക്കുന്നത് ഈ ഒരു വിഷയമാണ്. അതായത് പ്രമാണം കണ്ടോ, സർവേശ്വരാണാം ദക്ഷിണേശ്വരം. അപ്പോൾ എല്ലാ ഈശ്വരന്മാരുടെ സാന്നിധ്യം വ്യാഴത്തിനുണ്ട് എന്ന് നമുക്കെല്ലാം പറഞ്ഞു തന്നിരിക്കുന്ന പ്രമാണവും ഇത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നതും. പക്ഷെ ഇത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കൂടുതൽ കാര്യം ചിന്തിക്കാനുണ്ട് എന്നാണ് ഈ ടെക്സ്റ്റിലൂടെ പറയുന്നത്. അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കപ്പെടുന്ന ഷഡാരൂഢങ്ങളിൽ നിന്നും വ്യാഴം ഇഷ്ടസ്ഥാനത്താണോ എന്ന് നോക്കുന്നു. ഭൂരിപക്ഷ ആരൂഢങ്ങളിൽ നിന്നും വ്യാഴം ഇഷ്ടസ്ഥാനത്താണെങ്കിൽ വ്യാഴാനുകൂല്യമുണ്ട്. ഇത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വ്യാഴത്തിനെ കൊണ്ട് തന്നെയാണ് എല്ലാം ചിന്തിക്കേണ്ടത്. ഇഷ്ടസ്ഥാനം എന്തുകൊണ്ട് പരിഗണിപ്പിക്കുന്ന ആരൂഢം തുടങ്ങി ദുസ്ഥാനമായ 6, 8, 12 എന്നീ ഭാവങ്ങൾ ഒഴികെയുള്ള മറ്റു ഭാവങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ്. 6 ആരൂഢങ്ങളിൽ നിന്നും വ്യാഴം ഇഷ്ടസ്ഥാനത്താണോ എന്ന് പരിശോധിച്ച് ജാതകന് ഈശ്വരാനുകൂല്യം വേണ്ടത്രയുണ്ടോ എന്ന് പരിശോധിക്കും. ഷഡാരൂഢങ്ങളിൽ 3ലധികം ആരൂഢങ്ങളിൽ നിന്ന് വ്യാഴം ഇഷ്ടസ്ഥാനത്താണെങ്കിൽ ഈശ്വരാനുകൂല്യമുണ്ട് എന്ന് പറയാം. നമുക്ക് നോക്കാം, എന്തുകൊണ്ടാവാം വ്യാഴത്തിന് സർവേശ്വരകാരകത്വം ആചാര്യന്മാർ കൽപ്പിച്ചത്. പ്രമാണം: സദാശിവം മഹാവിഷ്ണു കൈവല്യാത്മക ദൈവതം വൈഷ്ണവാംശ്ച ദേവാംശ ഗുരുണാ നിജ പൂർവകാൻ എന്ന ശ്ലോകത്തിൽ പറയുന്നു. സദാശിവൻ, മഹാവിഷ്ണു, വൈഷ്ണവാംശങ്ങൾ, ദേവാംശങ്ങൾ, തൻ്റെ പൂർവികർ തുടങ്ങിയവരെയെല്ലാം കാരകത്വം വ്യാഴത്തിനുണ്ട് എന്നറിയണം. ഇതിൻ്റെയൊക്കെ കാരകത്വം ഉള്ളതുകൊണ്ടാണ് ഗുരുനാഥന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വ്യാഴത്തിൻ്റെ ആനുകൂല്യം നോക്കണമെന്ന്. പിന്നെ ഒരു കാര്യമാണ് ദൈവാനുകൂല്യം, ഭാഗ്യാനുകൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രമാണം ഇതാണ്, പ്രശ്നാനുഷ്ഠാന പദ്ധതിയിലുള്ളതാണ്. ലഗ്നത്തിൻ്റെ അംശകം വർഗോത്തമ നവാംശകമായിരിക്കുക. സൂര്യൻ്റെ 2ൽ സൗമ്യഗ്രഹങ്ങളുണ്ടാകുക. ലഗ്നത്തിൻ്റെ കേന്ദ്ര ത്രികോണങ്ങളിൽ സൗമ്യഗ്രഹങ്ങളുണ്ടായിരിക്കുക. ലഗ്നകേന്ദ്രത്തിൽ കാരഗ്രഹങ്ങളുണ്ടാകുക. അതുപോലെ തന്നെ വസുമത്, മഹാഭാഗ്യം തുടങ്ങിയ യോഗങ്ങളോ രുചകം തുടങ്ങിയ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ അഥവാ മറ്റു ശുഭയോഗങ്ങളോ ഉണ്ടായിരിക്കുക. ഭാഗ്യഭാവത്തിൽ ബലവാനായ ശുഭഗ്രഹങ്ങൾ നിൽക്കുക. ഇതെല്ലാം ദൈവാനുകൂല്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഷഡാരൂഢം, ഇതിൽ 6 ആരൂഢങ്ങൾ ഏതാണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ബുക്ക് ഇങ്ങനെ വലിയ കട്ടിയുള്ള ബുക്കായതുകൊണ്ട് എത്രയോ ഉണ്ട് ബുക്ക്. അപ്പോൾ നമുക്ക് പേജ് തിരിഞ്ഞു വരുന്നില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പോൾ ആരൂഢം, അതായത് സ്വർണ്ണാരൂഢം നമ്മൾ ഏതാണോ, ഉദയലഗ്നം, ലഗ്നാംശം, ഛത്രം, സ്പഷ്ടാംഗരാശി, ചന്ദ്രാധിഷ്ഠിത രാശി എന്നിങ്ങനെ 6 രാശികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അഷ്ടമംഗല ദേവപ്രശ്നം. ഇങ്ങനൊരു സാധാ പ്രശ്നം നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഇവ കൂടാതെ താമ്പൂലാരൂഢം, പ്രശ്നാരൂഢം, അതായത് പ്രശ്നാക്ഷരാരൂഢം, വദനാരൂഢം, ഏതാണോ അക്ഷരം പറയുന്നത്, സ്വർണ്ണാംശക രാശി എന്നിവയും അഷ്ടമംഗല പ്രശ്നത്തെ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കും. ഇവയെല്ലാം തന്നെ പ്രശ്ന ദിവസത്തെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടയാണ്. അപ്പോൾ ഇതൊക്കെയാണ് 6 ആരൂഢങ്ങളും അതുപോലെ തന്നെ ദൈവാനുകൂല്യം ചിന്തിക്കുന്നതിൻ്റെ പ്രമാണങ്ങളും. എല്ലാവർക്കും ശുഭദിന ആശംസകൾ.